ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുക. ആടുകളുടെ വേഷത്തിൽ വരുന്നവരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാന വരി ഇപ്രകാരമാണ് ഈശോ പറയുന്നത്: അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാം. അവരുടെ ഫലങ്ങളിൽ നിന്ന് അവരെ തിരിച്ചറിയാം. ഒരു നാട്ടിലേക്ക് കുറേ മിഷനറിമാർ മിഷൻ പ്രവർത്തനത്തിനായി വരുവാണ്. അവരവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഈ മിഷനറിമാർക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന സാഹചര്യങ്ങളെപ്പറ്റി ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരാൾ അവരോട് സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹം ഒരു കോപ്പ നിറയെ വെള്ളമെടുത്ത് മേശപ്പുറത്ത് വെച്ചു. അതിനുശേഷം മേശമേൽ ശക്തമായി ആഞ്ഞിടിച്ചു. കൊപ്പയിൽ ഉണ്ടായിരുന്ന കുറേ വെള്ളം തൂകിപ്പോയി. അത് നോക്കി അമ്പരന്ന് നിന്ന മിഷനറിമാരോട് അയാൾ പറഞ്ഞു: നോക്കൂ, നിങ്ങൾക്ക് ഈ നാട്ടിൽ പലതരത്തിലുള്ള കഷ്ടതകളുടെയും വേദനകളുടെയും പ്രഹരങ്ങൾ ഏൽക്കേണ്ടി വരും. പക്ഷെ ഒന്ന് ഓർത്തുകൊള്ളൂ, നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്തു വരൂ. നിങ്ങളുടെ ഉള്ളിലുള്ളത് മാത്രമേ പുറത്തു വരൂ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു ഫരിസേയരെയും നിയമജ്ഞരെയും നിർത്താതെ ശകാരിക്കുന്നത്? ഫരിസേയരെയും നിയമജ്ഞരെയും ഒക്കെ സംബന്ധിച്ച് അവർക്ക് വചനം ബാഹ്യമായ ആർഭാടം മാത്രമായിരുന്നു, വെറും വേഷം കെട്ടലുകൾ. അതുകൊണ്ട് തന്നെ നല്ല ഫലങ്ങളൊന്നും അവരിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നില്ല. നമ്മിൽ നിന്ന് നല്ല ഫലങ്ങളാണോ ഉണ്ടാകുന്നത്? നമ്മുടെ പ്രവൃത്തികൾ നല്ല ഫലങ്ങളാണെങ്കിൽ ഈ ബാഹ്യമായ ആർഭാടങ്ങളും വേഷങ്ങളും മാറ്റിവെച്ച് ആന്തരികമായ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ അത്തിമരത്തിൻ്റെ അടുത്തേക്ക് ഫലമന്വേഷിച്ച് ചെല്ലുന്ന സംഭവം നാം ധ്യാനിച്ചിട്ടുണ്ട്. അതിലെ ഫലങ്ങളൊന്നും കാണാതെ തിരികെ പോരുന്ന യേശുക്രിസ്തു അത്തിമരം അതിൻ്റെ ഇലകൾ കണ്ടും അതിൻ്റെ പച്ചപ്പ് കണ്ടും ആളുകളെ അതിൽ ഫലമുണ്ട് എന്ന രീതിയിൽ ആകർഷിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവർക്ക് മനസ്സിലായി അതിൽ ഫലങ്ങളൊന്നുമില്ല. ഇവിടെയുള്ളവരെ, നമ്മുടെ ബാഹ്യമായ ആർഭാടങ്ങളും നമ്മുടെ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളും കണ്ട് ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരും യഥാർത്ഥത്തിലുള്ള ഫലം കൊടുക്കാൻ കഴിയുമോ? ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥത്തിലുള്ള നല്ല ഫലം കൊടുക്കുന്നവരായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.